നമസ്കാരം. ഇറാനിൽ ഒരു വിപ്ലവം നടക്കുന്നുണ്ട്. അതിനെ വിപ്ലവമെന്നോ കലാപമെന്നോ കാഴ്ചപ്പാടുകളനുസരിച്ച് മാറ്റി മാറ്റി വിളിക്കാം. ഇറാൻ്റെ ഈ വിപ്ലവ ചരിത്രം ആരംഭിക്കുന്നത് ഇപ്പോഴൊന്നുമല്ല, വർഷങ്ങളായിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷമാണത്. പലപ്പോഴും ഈ ഇത്തരം കലാപങ്ങളും വിപ്ലവങ്ങളും പൊങ്ങി വന്നിട്ടുണ്ട്. ഭരണകൂടം അതിനെ അടിച്ചമർത്തിയിട്ട് ഇല്ലാതായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നത് 2025 ഡിസംബർ 28 ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഏതാണ്ട് 600-ലധികം പേരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. ഇത് ഒഫീഷ്യൽ കണക്കാണ്. 10,000-കണക്കിന് ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഭരണകൂടം ജയിലിൽ അടച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ ഇഞ്ചുറി ആയിട്ട് പരിക്ക് പറ്റി കിടക്കുന്നവരുടെ എണ്ണത്തിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഈ വിപ്ലവം, ആരാണിത് നടത്തുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ്, ഭരണകൂടം ആരാണ്, അവരുടെ നിലപാട് എന്താണ്, ലോകരാജ്യങ്ങൾക്ക് ഇതിനോടുള്ള നിലപാട് എന്താണ്, ഇതിൻ്റെ പരിണിത ഫലം എന്താവാനാണ് സാധ്യത, ആരാണ് ഇതിന് പിന്നിൽ? ഉത്തരം വളരെ സിമ്പിളാണ്. ഇറാനിലെ സാധാരണ ജനത, പ്രത്യേകിച്ച് യുവാക്കളാണ് ഈ ഒരു വിപ്ലവത്തിന് പിന്നിലുള്ളത്. സാധാരണ ഒരു വിപ്ലവത്തിന് പിന്നിൽ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന എല്ലാം ഉണ്ടാവും. എന്നാൽ ഇവർക്ക് ഒരു പാർട്ടിയുടെയും പിന്തുണയില്ല, ഒരു സംഘടനയില്ല, ഇവർക്കൊരു നേതാവില്ല, ഇവരൊരു സെൻട്രലൈസ്ഡ് കൺട്രോളിലല്ല വർക്ക് ചെയ്യുന്നത്. ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വിപ്ലവമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഇവർക്കൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിരോധിക്കപ്പെടും. ഇവർക്കൊരു നേതാവുണ്ടെങ്കിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഒരു ഡീസെൻട്രലൈസ്ഡ് മെത്തേഡിലാണ് ഈ വിപ്ലവം നടക്കുന്നത്. ഇത് ഒരാൾ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയതല്ല, അവിടുത്തെ ഒരു അന്തരീക്ഷം വെച്ച് സ്വാഭാവികമായി ഉണ്ടായി വരുന്നതാണ്. ഈ ഒരു വിപ്ലവം 28 ആരംഭിച്ചതിന് ശേഷം, വിപ്ലവം അല്ലെങ്കിൽ കലാപം ഡിസംബർ 28 ആരംഭിച്ചതിന് ശേഷം രാജ്യം മൊത്തം സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഇത് നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, എന്തിനു വേണ്ടിയാണ് ഈ വിപ്ലവം എന്നുള്ളതാണ്. ഉത്തരം വളരെ സിമ്പിളാണ്. സാധാരണ മനുഷ്യരെ പോലെ ഡിഗ്നിറ്റിയോടെ ഭക്ഷണം കഴിച്ച് വിനോദങ്ങളിൽ ഏർപ്പെട്ട് വിദ്യാഭ്യാസം നേടി ജീവിച്ചു പോവുക, ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുക എന്നതാണ് ഈ വിപ്ലവകാരികളുടെ ആവശ്യം. അപ്പോഴുള്ള ചോദ്യം, ഇപ്പോൾ അവിടുത്തെ ജീവിതം അത്ര മോശമാണോ എന്നുള്ളതാണ്. ആണ് എന്നാണ് അവിടുത്തെ അവസ്ഥ. $-നെതിരെ 2010 10,000 റിയാലിൻ്റെ വാല്യൂ ലക്ഷക്കണക്കിനായി ഉയർന്നിരിക്കുന്നു. പണപ്പെരുപ്പം 12% നിന്നും ഏതാണ്ട് 50% വരെ ഉയർന്നിരിക്കുന്നു. കോസ്റ്റ് ഓഫ് ലിവിംഗ് 100 ബേസ് പോയിന്റിൽ നിന്നും 220, ഏതാണ്ട് ഇരട്ടിക്ക് മേലായി മാറിയിരിക്കുന്നു. മുൻപ് വെനസ്വേലയെ പറ്റി പറഞ്ഞിട്ടുള്ളത് പോലെ എണ്ണ കൊണ്ട് സമൃദ്ധമായ ഒരു രാജ്യമാണ് ഇറാനും. അതുപോലെ എണ്ണ മാത്രമല്ല, പ്രകൃതി വിഭവങ്ങളാലും സമൃദ്ധമാണ്. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള മനോഹരമായ ഒരു രാജ്യമാണ് ഇറാൻ. സാധാരണക്കാരന് അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാർക്ക് സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇറാൻ. എന്നാൽ അവിടുത്തെ ഭരണകൂടം ഇതിനൊന്നും അനുവദിക്കുന്നില്ല എന്നാണ് വിപ്ലവകാരികളുടെ ഭാഗം. അതായത് ഭരണകൂട ഭീകരതയാണ് അവിടെ നടക്കുന്നത് എന്നാണ് ഈ വിപ്ലവകാരികൾ പറയുന്നത്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഈ ഭരണകൂടം പുറത്തു പോയിട്ട് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം അവിടെ വരണം എന്നുള്ളതാണ്. സ്വാഭാവികമായും അടുത്ത ചോദ്യം, ഇപ്പോൾ ഇറാൻ്റെ ഭരണ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്നുള്ളതാണ്. അതിന് നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. 1979 ഇറാനിൽ ഒരു വിപ്ലവം നടക്കുന്നുണ്ട്. അത് അവിടുത്തെ രാജാക്കന്മാർക്കെതിരായി, രാജവംശത്തിനെതിരായി ഉള്ള വിപ്ലവമായിരുന്നു. അന്ന് വരെ അവിടെ മൊണാർക്കി ആയിരുന്നു. അവിടുത്തെ രാജ്യം ഭരിച്ചിരുന്നത് ഷാ എന്ന രാജവംശമായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ രാജവംശത്തെ പുറത്താക്കിക്കൊണ്ട് 1979 ഇന്ന് കാണുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് വരുന്നു. 2 കീ പൊസിഷനുകളാണ് ഈ ഒരു ഭരണ സെറ്റപ്പിലുള്ളത്. ഒന്ന് സുപ്രീം ലീഡർ, മറ്റത് പ്രസിഡന്റ്. ഇവർക്ക് രണ്ടുപേർക്കും ഏതാണ്ട് ഒരുപോലെ സ്ഥാനമാണ് ഇവരുടെ ആ ഒരു ഭരണ സെറ്റപ്പിൽ വരുന്നത് എങ്കിൽ പോലും സുപ്രീം ലീഡറാണ് സൂപ്പർ പവർ. ഇപ്പോഴത്തെ സുപ്രീം ലീഡർ എന്ന് പറയുന്നത് അലി ഖമേനിയാണ്. ഈ സുപ്രീം ലീഡറുടെ കൺട്രോളിലായിരിക്കും മിലിറ്ററി, ജുഡീഷ്യറി, മീഡിയ, എഡ്യൂക്കേഷൻ എന്ന് തുടങ്ങി ആ രാജ്യത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സുപ്രീം ലീഡർ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. പ്രസിഡൻറ്റിൻ്റെ ജോലി സുപ്രീം ലീഡർ എന്തു പറയുന്നു അത് നടപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഏതാണ്ട് ഒരു റബ്ബർ സ്റ്റാമ്പ് പോലത്തെ പ്രസിഡൻ്റാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ ആ സിസ്റ്റം അനുസരിച്ച് അങ്ങനെയാണുള്ളത്. അതല്ലെങ്കിൽ പോലും ഈ സുപ്രീം ലീഡറും പ്രസിഡൻറ്റും ഏതാണ്ട് ഒരേ സ്വഭാവക്കാരും ഒരേ അഭിപ്രായക്കാരുമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സുപ്രീം ലീഡർ അലി ഖമേനിയും പ്രസിഡന്റ് മസൂദ് പെഷിസ്ഖാനുമാണ്. ഈ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകിച്ചൊരു ഇലക്ഷനിലൂടെയൊന്നുമല്ല, മതപണ്ഡിതരുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ രാജ്യത്തെ പ്രധാന മത പണ്ഡിതർ എല്ലാം കൂടി ഉൾപ്പെടുന്ന അവരാണ് ഈ സുപ്രീം ലീഡറെ തിരഞ്ഞെടുക്കുന്നത്. അവർ പറയുന്ന ആൾക്ക് മാത്രമേ ഇവിടെ മത്സരിക്കാനും കഴിയുകയുള്ളൂ. അപ്പോൾ അതൊരു മതപരമായ നിയമനം മാത്രമാണ്. ഇപ്പോഴത്തെ സുപ്രീം ലീഡർ അലി ഖൊമേനി 1989 നിയമിതനായതാണ്. ഇവർക്ക് പ്രത്യേകിച്ച് ടെന്യൂർ ഒന്നുമില്ല, മരണം വരെയാണ് ടെന്യൂർ. കഴിഞ്ഞ 35 വർഷങ്ങൾക്ക് മേളിലായി ഈ ഒരാൾ തന്നെ, ഇപ്പോൾ
ഇയാൾക്ക് ഏതാണ്ട് 86 വയസ്സിന് മുകളിലുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ സുപ്രീം ലീഡർ. ഇനി ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് നോക്കാം. ഇത് ഇൻ്റർനാഷണൽ മീഡിയയ്ക്ക് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള സിറ്റുവേഷനാണ്. കാരണം ഇൻ്റർനെറ്റ് പൂർണ്ണമായും കട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇൻ്റർനെറ്റ് ഇല്ല, പുറം ലോകവുമായി യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 600-ലധികം പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഏതാണ്ട് 10,000-ന്-അധികം ആളുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, ഡീറ്റെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹോസ്പിറ്റലിൽ ഇഞ്ചുറി ആയി കഴിയുന്നവരുടെ എണ്ണത്തിൽ പ്രത്യേകിച്ച് കണക്കൊന്നും നൽകുന്നില്ല. അത് പല 10,000-ങ്ങളോ ലക്ഷക്കണക്കിനോ ഉണ്ടാവാം. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും ഈ ഒരു വിപ്ലവം രാജ്യം മൊത്തം പടർന്നു പിടിക്കുകയാണ്. ആളുകൾ പിടിക്കപ്പെടുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്. അതൊന്നും ഇവരെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. രാജ്യത്തിൻ്റെ ഓരോ മൂലയിലും ഇപ്പോൾ ഈ വിപ്ലവം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓൺ അതർ സൈഡ് ഭരണകൂടത്തിന് യാതൊരു ഇളക്കവുമില്ല. അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ വിപ്ലവത്തെ അവർ അടിച്ചമർത്തും, ഈ ഭരണം മുന്നോട്ട് പോകും എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഭരണകൂടമുള്ളത്. അടുത്തതായി പുറം ലോകത്തിന് എന്താണ് ഈ ഒരു രാജ്യത്തെപ്പറ്റി, ഈ വിപ്ലവത്തെ പറ്റിയുമുള്ള നിലപാട് എന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പറയേണ്ടത് UN നിലപാട് തന്നെയാണ്. UN നിലപാട് മറ്റേതൊരു കാര്യത്തിലെയും പോലെ ഒരു അഴകുഴമ്പൻ നിലപാട് തന്നെയാണ്. അവർ ഇറാനോടും അവിടുത്തെ വിപ്ലവകാരികളോടും ഭരണകൂടത്തോടും പറയുന്നത് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, സമാധാനം പുനഃസ്ഥാപിക്കണം, വയലൻസ് നിർത്തണം, സമാധാനപരമായി സമരം ചെയ്യാനുള്ള അവസരം നൽകണം. ഇങ്ങനെ ഒരു ഉപദേശം മാത്രമാണ്. ഇനി എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ഒരു കൂട്ടരുണ്ട്, അമേരിക്ക. അവർ ഈ വിപ്ലവകാരികൾക്കൊപ്പമാണ്. നമുക്കറിയാം വെനസ്വേലയിലുള്ള അതേ ഇൻട്രസ്റ്റ് അമേരിക്കയ്ക്ക് ഇവിടെയുമുണ്ട്. അമേരിക്ക ഇറാൻ്റെ ഭരണകൂടത്തെ ഭീഷണിപ്പെടുത്താനെല്ലാം ശ്രമിക്കുന്നുണ്ട്. തങ്ങൾ ഭരണം പിടിച്ചെടുക്കും, എന്നിട്ട് ജനായത്ത ഭരണം നടത്തും എന്നെല്ലാം അമേരിക്ക പറയുന്നുണ്ടെങ്കിലും വെനസ്വേലയെ പോലെ അത്ര എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് കിടന്നു കയറാൻ പറ്റുന്ന ഒരു രാജ്യമല്ല ഇറാൻ. അത്ര ഈസി ആയിട്ടൊന്നും ഇറാൻ്റെ പട്ടാളത്തെയോ ഇറാൻ്റെ ഡിഫൻസിനെയോ ബ്രേക്ക് ചെയ്ത് അമേരിക്ക ഉള്ളിൽ കയറില്ല. പക്ഷേ അമേരിക്ക വിപ്ലവകാരികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവസാനമായിട്ട് എന്തായിരിക്കും ഇതിൻ്റെ പരിണിതഫലം? അത് നമുക്ക് പ്രവചിക്കുക അത്ര എളുപ്പമല്ല. ഈ വിപ്ലവകാരികളുടെ സിംഗിൾ ലൈനിലുള്ള ആവശ്യം ജനകീയമായ ഒരു ഭരണം വരണം എന്നുള്ളതാണ്. റിലീജിയൻ ഷുഡ് ബി പേഴ്സണൽ. അത് ഭരണത്തിൽ വരരുത്. റിലീജിയൻ ഷുഡ് ബി പേഴ്സണൽ, നോട്ട് ഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ്. വിപ്ലവകാരികൾ വിപ്ലവം രാജ്യം മൊത്തം നടത്തി ഈ ഭരണത്തെ അട്ടിമറിക്കാൻ കഴിയുമോ, അതോ അടിച്ചമർത്തൽ വീണ്ടും ഉണ്ടായി ഈ വിപ്ലവം അടിച്ചമർത്തപ്പെടുമോ? ഇത് രണ്ടും നമ്മൾ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തുതന്നെയായാലും ഈ വിപ്ലവകാരികളുടെ വിപ്ലവകരമായ വിജയത്തിന് മുന്നിലും അവിടെ ഒരു സുസ്ഥിരമായ ജനകീയ ഭരണകൂടം ഉണ്ടാകുന്നതിനും വേണ്ടി തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് നൽകുക. ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നന്ദി.